Can you hear me? Respected Bobby, Joseph and dear family, church family members. So today I am talking about love. So before even I start talking about love, I want to talk about the courage. So എന്നെപ്പോലെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ലോകം എന്ന് പറഞ്ഞൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ അനുവദിച്ച അച്ഛന്മാരെയും അവരുടെ കഥയ്ക്ക് ആദ്യം ഞാൻ അനുഭവിക്കുന്നു. പിന്നെ എന്നെ പിടിച്ച് നിങ്ങളുടെ ഇമെൻസ് ഫെലോഷിപ്പിൻ്റെ ലീഡർഷിപ്പോടുകൊണ്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരെയും കഴിച്ച് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യും. സോ ഈ ഒരു ദുർബല നിമിഷത്തിലാണ് ഇങ്ങനെയൊരു സ്പീച്ച് ചെയ്യാമെന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്തത്. ചുമ്മാ പറഞ്ഞപ്പോഴത്തേനും അച്ഛൻ അതങ്ങനെ സമ്മതിക്കുന്നില്ല. സോ എന്ത് കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന സോണ പെട്ടെന്ന് തന്നെ അതിന് സൊല്യൂഷൻ കണ്ടു. സോ ഷീ വെന്റ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ChatGPT and then she came up with a big beautiful speech about the love. So then she immediately realized, oh, this is in English, so we need to convert it into Malayalam. So she again converted it into Malayalam, and then she gave me a speech in Malayalam, which also given by ChatGPT. And then, so I got the speech here, and I am actually going to read it, and this is how exactly it came, okay? So I am not adding anything or I am not deleting anything. So it starts with like, സുഹൃത്തുക്കളെ, നമ്മുടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാഴ്ചയിൽ ഞാൻ നിലകൊള്ളുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാത്തിരിക്കുന്നത് ഒരു അത്യമായ സംഘടനയായി ലവ് എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ഇതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. ബൈബിളിൽ ഞങ്ങൾക്ക് സമ്പൂർണമായ സത്യം അനുഭവപ്പെടാറുണ്ട്. ലവ് കൊരിന്ത്യർ 13:2 4-8 എന്നത് നമ്മുടെ ധർമ്മം ഇപ്പോൾ പരിശോധിക്കുക. സ്നേഹം വിളിക്കുന്നത് നിർദ്ദേശത്തിലാകുന്നു, അത് നമ്രമാകുന്നു, കുരുത്തം ചുരുങ്ങിയിട്ടില്ല, അത് അന്യായത്തില്ല. It goes on like that. So if I read this speech here, I will not go back home in one shape. So I am not going for it. So so then what I did is I just looked around. And the character I just looked around and I tried to find out something about it. What is love? So I have realized, the church itself is giving a lot of, it is actually relaying love all the time. In fact, the color of love is red, and if you look around the church, you can see it's all red, close to red here, everywhere. And it's kind of a bit complex, and പല രീതിയിൽ ഇത് എക്സ്പ്രസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഈ സ്പീച്ച് ഇങ്ങനെ കൊടുക്കാനായിട്ട് ഇന്ന് പോകുന്ന വഴിക്ക് ഇന്നലെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സമയത്ത് സോണ പറഞ്ഞു, അടുത്ത ആഴ്ച പള്ളി പോകാനുള്ള ആണ് കേട്ടോ, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നിപ്പോ എക്സ്പ്രഷൻ ഓഫ് ലവ്. അതുപോലെ തന്നെ ഇന്നിപ്പോ അമ്മായി അവിടെ തലവെന്ന് ചെയ്തത് കേട്ടിരിക്കുന്നു. So what might be she saying is, so this is also an expression of love. And if you look a little bit backward, നമ്മുടെ തോമാറ്റൊക്കെ നാട്ടില് കുഞ്ഞായിരുന്നപ്പോൾ അയലോക്കത്തെ പുള്ളിക്കാരൻ്റെ മതിലേക്ക് കഴിയുന്ന അയലോക്കത്തെ പെണ്ണിനെ ഇങ്ങനെ കൈ കാണിച്ചു വിളിച്ചു. അതും പാർട്ട് ഓഫ് ലവ് ആണ്.
So it's all there. And ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബിൻസി ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിനെ കണ്ണടച്ചാണ്. അതും പ്രാവാണ്. And if you look at the language, the way that is spread across, ഇപ്പൊ നമുക്ക് ഹിന്ദി അറിയാവുന്ന ഞങ്ങളൊക്കെ പറഞ്ഞ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം എന്ന് പറയാം. നമ്മുടെ ടെമ്പറേച്ചറിലാക്കുക നമുക്ക് ഇച്ചിരി കൂടെയൊക്കെ വിവരമുള്ളത്. പക്ഷെ ഇച്ചിരി കൂടെയൊക്കെ ഇതിലും കൂടുതൽ വിവരമുള്ളത് ചില നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി പരിചയമുള്ള ചെറിയ എന്നൊക്കെ പറയുക പ്യാർ. പിന്നെ ചിലര് ഇതിനെ തമിഴ് അറിയാവുന്നവരെ ഇതിനെ അൻപെന്ന് വിളിക്കും. പിന്നെ ഈ സിനുവിനെ പോലെയും വീടിനെ പോലെയൊക്കെയുള്ള ഈ മനുവിനെ പോലെയുള്ളവർ പറയും ഇതിന് പ്രേമം എന്ന് പറയും. ഇതില് ഇതിനെക്കാളും ഇതിന്റെ അടുത്ത ജനറേഷൻ ഉണ്ട്. ഇപ്പൊ അനീഷിനെ പോലെയൊക്കെ ഉള്ളവർ പറയും ഇതിന് പ്രേമലു എന്ന് പറയും. So it's all part of it. I mean, it's all same. So I'm not taking too much of that. So it's a little complicated. It is unexpected, and the love is everything you thought it was, and it is not. So it is kind of a complex thing. So in order to explain a little more detail, ഞാനൊരു ചെറിയ സ്റ്റോറി പറയാം. അതെൻ്റെ വീട്ടിൽ നിന്നാണെന്നൊരു പറയാം. സോ ഈ തവണ അച്ഛനും അമ്മച്ചി എൻ്റെ ഫാദറിനെ അച്ഛൻ തുടങ്ങി. അപ്പോൾ അച്ഛനും അമ്മച്ചി ഇവിടെ വന്നിട്ട് പോയപ്പോൾ പോണതിന് മുമ്പ് തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ നീ വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം. പല പല കാര്യങ്ങൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഞാനിപ്പോൾ പോവാണ്, എൻ്റെ മകനെ ഞാൻ അമേരിക്കയ്ക്ക് തന്നിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, പലരോടും പറഞ്ഞു ഇതെൻ്റെ അവസാനത്തെ ട്രിപ്പാണ്, അപ്പോൾ ഇനി വരാൻ പോയിട്ടാണ്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് സീക്രട്ടായിട്ട് ചോദിച്ചു, ഇനിയിപ്പോൾ അച്ഛനെങ്ങനെ പോയി അവിടെ പോയി ഉടനെ മരിക്കാൻ പോവാണ്. സോ ഇത് അത് പുള്ളിയോട് പോയല്ലോ. പുള്ളി നാട്ടിലോട്ട് പോയി കഴിയുമ്പോൾ നാട്ടിൽ ചെന്നിട്ട് എൻ്റെ അനിയത്തിയും അവിടെ വീട്ടിലുള്ള എൻ്റെ സ്വന്തക്കാരൊക്കെ പറഞ്ഞു, ഇത്തവണ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അച്ഛൻ എന്തോ ഒരു മാറ്റമുണ്ട്. ഹി ഈസ് നോട്ട് ദ നോർമൽ പേഴ്സൺ. ഹി ഗെറ്റ് ആംഗ്രി, ചില സമയത്ത് മിണ്ടാണ്ടിരിക്കും, ചില സമയത്ത് ഭയങ്കരമായിട്ട് ചൂടാവും. അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ഒരു വിയർഡ് ബിഹേവിയറാണ്. അപ്പം അന്നേരം ഞാൻ ചോദിച്ചു, അപ്പം ഞാനിങ്ങനെ എൻ്റെ അനിയത്തിയോടൊക്കെ ചോദിച്ചു, എടി ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഇനി സോണയായിട്ട് എന്തെങ്കിലും ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ പല രീതിയിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് ഒരു കാരണവശാലും എനിക്കിത് മനസ്സിലായില്ല എനിക്ക് സംഭവിക്കുന്നത്. അച്ഛനെങ്ങനെ ഇതുപോലെ ബിഹേവിയർ. അത് തന്നെ എൻ്റെ 6 തവണ ഇവിടെ പോയിട്ട് വന്നിട്ട് പ്രശ്നമുണ്ട്. 7ാമത്തെ തവണ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് തന്നെ ചോദിച്ചു, ഈ തവണ ഇത്രയും നാളും ഇവിടെ വന്നിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഈ തവണ അച്ഛൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ബിഹേവിയർ, അത് ഈ പ്രശ്നം അമ്മച്ചിക്കില്ല, അച്ഛനെ മാത്രമുള്ള പ്രശ്നം, പ്രത്യേകിച്ച് ആണുങ്ങൾക്കാണ് ഈ പ്രശ്നം വരുന്നത്. സോ അച്ഛൻ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യും. അപ്പൊ അന്നേരം അച്ഛൻ എടുത്ത വഴിക്കൊരു വാക്ക് പറഞ്ഞാണ്, എടാ എനിക്ക് ഇതിനോട് പറയണമെന്നൊന്നുമില്ല, പക്ഷെ പറയാണ്ടിരിക്കാനില്ല, കാരണം നീ പിന്നെ വേണ്ടി ചോദിച്ചോണ്ടിരിക്കുക. നിങ്ങൾക്ക് ആർക്കും ഞാൻ ആ വീട്ടിൽ വന്നിട്ട് ഒരു പട്ടിയുടെ വില പോലും തന്നിട്ടില്ല. ഇതാണ് സ്ട്രൈക്കിംഗ് പോയിന്റ്. സോ അപ്പൊ തന്നെ എനിക്ക് ക്ലിക്ക് ചെയ്തു. ഈ തവണയാണ് അച്ഛൻ ഈ 6 പ്രാവശ്യം 7ാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് വീട്ടിലൊരു പട്ടിയുള്ളത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ 2 പട്ടിയുണ്ട്, ഒന്ന് കോസ്മോ, ഒന്ന് പോയി. So what he's saying is right. I mean, this is the time he didn't get even ഒരു പട്ടിയുടെ വില പോലും അച്ഛനും കൊടുക്കാതെ വന്നത്. കാരണമുണ്ട്, അവിടെ പട്ടി തന്നെ ഉണ്ട്. സോ ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു. സോ what would have happened? ഇതൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അച്ഛൻ്റെ ചിന്താഗതികളും മാറ്റാൻ പോകില്ല, അച്ഛൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കാൻ നോക്കും. സോ why he made this big comment about it? അപ്പൊ അന്നേരം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ
പിന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കി. അപ്പൊ അന്നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ രണ്ട് ഈ കോസ്മോനെയും കോടിയിലെ ഞങ്ങളുടെ വീട്ടില് പലരും റിസീവ് ചെയ്യുന്ന പല രീതിയിൽ. അപ്പൊ സോണ വന്നിട്ട് രാവിലെ സോണ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിരുന്നു. സോണ വിളിക്കണം, മുത്തല്ലേ ചക്കരയല്ലേ ചച്ചിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പോ സാറ വന്നിട്ട് ആദ്യം എന്താ വിളിക്കുന്നത്, ഓ സ്വീറ്റ് ബേബി എന്നൊക്കെ പറഞ്ഞാണ് സാറയൊക്കെ അഭിഷേകം. പെണ്ണ് വന്നിട്ട് വന്ന് പറയണത് ഓ മൈ ബഡി അങ്ങനെയാണ്. ഇനിയിപ്പോ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ ചക്കരയല്ലേ എന്റെ ഭാര്യയുടെ മുത്തറിയാന്നൊക്കെ പറയണത് ഞാൻ അഭിഷേകം. സോ it's all very loving and caring situation at my home. And then ഈ അച്ചായന് അവിടെ ജീവിച്ച് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ 2 മാസക്കാലം ഉണ്ടായിരുന്നപ്പോൾ ഈ പട്ടിയോടുള്ള സ്നേഹം സത്യമായിട്ട് ഞങ്ങൾ ആരും ഈ അച്ചായനോട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അച്ചായനോട് എക്സ്പ്ലെയിൻ ചെയ്തു, അതായത് ഈ ബേസിക്കലി ഈ സ്നേഹം ഇപ്പൊ സോണായിട്ട് ഇങ്ങനെ ചക്കര അല്ലെങ്കിൽ മുത്തല്ലേ എന്നൊക്കെ പറയണ പോലെ ഈ കോസ്മോനും കോരിയോടും ചെയ്യുന്ന അതേപോലെ തന്നെ എന്നോടൊക്കെ ഒന്ന് ചെയ്താൽ എനിക്ക് ഭയങ്കര പക്ഷെ എനിക്ക് കിട്ടാറില്ലാന്ന് പറഞ്ഞു. സോ വി ആർ ഓൾ ദ സെയിം ബോർഡ് എന്ന് പറഞ്ഞു. പല രീതിയിൽ അച്ഛനും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു. അത് ഒന്നും നടന്നില്ല. ഇപ്പൊ ഈ ഡോഗ്സ് ഉള്ളപ്പോ ഞങ്ങളുടെ അറ്റൻഷൻ ഇപ്പൊ ഡിന്നർ ടേബിളാണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു മൂവി കാണുമ്പോൾ ഒക്കെ ഇതുങ്ങൾ ഇതിന്റെ ഇടയ്ക്കുണ്ട്. സോ we are like stunned the fact that the love is being shared. I mean അതൊരു വലിയൊരു ഇഷ്യൂ ആണ്, അതൊരു കോംപ്ലക്സ് ഇഷ്യൂ ആണ്. ഇപ്പൊ 2 കുഞ്ഞു പട്ടികളാണ് അവിടെ, പക്ഷെ ഇതൊരു ഒരു ഇഷ്യൂ ആയി മാറി ഫോർ അവർ ഫാമിലി. അപ്പോ ഞാൻ നോക്കിയപ്പോ ഈ how these 2 little things can make such a big drama and such a big issue at my home. So I almost lost my dad's love or support, or he's kind of giving up on me for just because of this 2 dogs. And these 2 dogs are dirty, troublesome, they chew on everything, make all kind of troubles at home. But we still love them. I mean, even though I'm about to lose my dad, I am still loving my dog. And I am pretty sure it is happening with all of my family members. These 2 dogs are taking it away from us. So, then I thought also, why these 2 creatures can make such an impact? I mean, how can they take it away from us? And then, it's just as simple. I mean, they are not doing anything magical. They are doing they are trustworthy. They always connect you. They are always there for it. I mean, when any one of our family members come to the church, come home, they are there for us. And then, they always reset their relation. I mean, if we yell at them, or if we do anything, if we beat them, or we do something to them, they reset it. They keep coming back to you, and they reconnect their relation with us always. And they forget, and then they come back, they do the same thing again. And that is a simple thing that they are doing. That is a pure form of love that they are giving, and that we are getting attracted to it, and we are getting into all kind of trouble because of that also. So what I am requesting everyone, I mean, this church is also giving love. This church is actually relaying love to you guys. And we are as a family, we are coming here. And we come every week. And we eat good food outside, we talk, we pray, and we go home. But make sure you connect. You connect to everyone. You talk to everyone. Make sure you are visible, and you smile at everybody. And always you try to be worried about others. And then try to invite other families to your home and give them your good food, share food and respect, and show us that love in every form that is possible for you. I mean, it can be higher or lower, but then church is actually that.
So I am requesting everybody to be so vigilant in this case, and do your best about it. And also I am telling you, ഞാൻ കൺക്ലൂഡ് ചെയ്യാം, ഇത് പറഞ്ഞത് വിചാരിച്ച് ദയവ് ഈ തോമാച്ചട്ടൻ ചെയ്ത പോലെ ഒന്നും ചെയ്യരുത്, അച്ഛൻ മാറ്റി വയ്ക്കൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ സെജീനെ കണ്ണടിച്ച് അടിച്ചെന്ന് പറഞ്ഞിട്ട് പിൻസി കണ്ണടിച്ച് അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളാരും കണ്ണടിക്കാനൊന്നും പോകണ്ട. കാരണം അത് അവള് മാത്രം കണ്ണടിച്ചാൽ മതി. So by saying all those, I mean, thank you for giving me this opportunity and thank you.